അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന് ശേഷം മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന് വലിയ വിജയമൊന്നും നേടാനായിട്ടില്ല. ഏറ്റവും പുതിയതായി റിലീസിനെത്തിയ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡിന്റെ അവസ്ഥയും മറിച്ചല്ല. സമ്മിശ്ര പ്രതികരണം നേടുന്ന സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്ന് കാര്യമായ നേട്ടമുണ്ടാക്കാനായിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. $100 മില്യൺ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്നും സിനിമ ഇതുവരെ നേടിയത്. അതേസമയം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും $92 മില്യൺ സിനിമ നേടിയിട്ടുണ്ട്. ഇതോടെ സിനിമയുടെ ആകെ കളക്ഷൻ $192 മില്യൺ എത്തി നിൽക്കുകയാണ്. $400 മില്യൺ മുകളിലെങ്കിലും നേടിയാൽ മാത്രമേ $180 മില്യൺ ബജറ്റിലൊരുങ്ങിയ സിനിമയ്ക്ക് വിജയിക്കാനാവൂ. എന്നാൽ ചിത്രത്തിന് വലിയ നേട്ടം കളക്ഷനിൽ ഉണ്ടാക്കാനാകില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. മാർവലിന് നിരവധി ആരാധകരുള്ള ഇന്ത്യയിൽ നിന്നും ചിത്രത്തിന് വേണ്ടത്ര കളക്ഷൻ നേടാനായിട്ടില്ല. 14.55 കോടി മാത്രമാണ് ഇന്ത്യയിൽ നിന്നുള്ള സിനിമയുടെ നേട്ടം. ക്യാപ്റ്റൻ അമേരിക്ക ഫിലിം സീരീസിലെ 4ാമത്തെ സിനിമയും ദി ഫാൽക്കൺ ആൻഡ് ദി വിന്റർ സോൾജിയർ എന്ന ടെലിവിഷൻ മിനി സീരീസിന്റെ തുടർച്ചയും മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ 35ാമത്തെ ചിത്രവുമാണ് പുറത്തിറങ്ങിയ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ്. ആന്റണി മാക്കിയാണ് ക്യാപ്റ്റൻ അമേരിക്കയായി എത്തുന്നത്. ഹാരിസൺ ഫോർഡും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. പതിവ് പോലെ ആക്ഷൻ പാക്ഡ് രീതിയിൽ തന്നെയാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. എറ്റേണൽസ് എന്ന മാർവൽ ചിത്രത്തിന്റെ തുടർച്ച കൂടിയാണ് ഈ ചിത്രം. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.